ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അതെവിടെയാണെന്ന് കാണുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മെൻ്റൽ സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാരണത്താൽ, ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ്, ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഒരു സാധാരണക്കാരൻ എപ്പോഴും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഭയങ്കരമായിട്ട് മെൻ്റലി സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ സ്ട്രെസ് മാറ്റാനായിട്ട് എന്താ ചെയ്യാറ്? സാധാരണ രീതിയിൽ ആളുകൾ ട്രൈ ചെയ്യുന്ന കുറേ മാർഗങ്ങളുണ്ട്. ചിലർ ഒറ്റയ്ക്കിരിക്കാനും ഒന്ന് കരയാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ കുറച്ച് അവർ മെൻ്റലി റിലീസാകും. ചിലരാണെങ്കിലോ യാത്ര ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്. നല്ലൊരു യാത്ര പോയാൽ അവരുടെ എല്ലാ സ്ട്രെസ്സും അവിടെ അവസാനിക്കും. ഇനി ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലോ നല്ല അടിപൊളി ഒരു ബിരിയാണിയിലോ നല്ലൊരു ഊണിലോ ഒക്കെ ആ സ്ട്രെസ് അങ്ങ് ഒരു അലിയിച്ച് കളയും. ഇനി കാശൊന്നുമില്ലാത്ത ചില പാവപ്പെട്ടവരാണെങ്കിലോ എന്നായും എന്നാൽ ഫുഡ് ഇഷ്ടമാണെന്നാണ്, അപ്പം നല്ലൊരു ചായ അങ്ങോട്ട് കുടിക്കുക അല്ലേ. ഇനിയും ചിലരുണ്ട് ഭക്തിമാർഗം തിരഞ്ഞെടുക്കുന്നവരുണ്ട്. നല്ലൊരു അമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ കുറേ നേരം ഒരു പള്ളിയിൽ ഒറ്റയ്ക്കിരിക്കുക. അതൊക്കെ മെൻ്റലി നമുക്ക് നല്ല സ്ട്രെസ് റിലീഫായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിതിലേതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇപ്പം നമ്മളിന്ന് പോകുന്നതേ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. എവിടെ ഒരു ചായ കുടിക്കാനാന്നേ. ഞാൻ ഇടയ്ക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണ് കേട്ടോ അത്. ഇവിടെ ഉള്ളൊരു ചായക്കടയാണേത്. നല്ല അടിപൊളി ചായ, ബൂസ്റ്റ്, ഹോർലിക്സ്, പിന്നെ അതേ കണ്ടോ അടിപൊളി എണ്ണക്കടികൾ അത്ര ഹെൽത്തി അല്ല, എന്നിരുന്നാലും ഇവരുടെ നല്ല സൂപ്പറാണ് കേട്ടോ. അധികം അങ്ങനെ ഓയിലി കാര്യങ്ങളൊന്നും അല്ല. നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രഷായിട്ട് ചൂടോടെ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈ സമൂസയാണ് ഇവരുടെ ഏറ്റവും നമ്പർ 1 സാധനം കേട്ടോ. സമൂസക്ക് ഭയങ്കര ഫാൻസാണ് ഇവിടെ. കാരണം അതിൽ ഇരിക്കുന്നതിൽ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി സമൂസയാണ്. കാരണം അത് പൊരിച്ചിടുമ്പോൾ തന്നെ അത് തീരുവാന്ന്. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ ടൈം. രാവിലെയും വൈകുന്നേരം ഇവിടെ ഈ കടികൾ അവൈലബിൾ ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ പോയ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ എണ്ണക്കടികളായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 സമൂസയും ഒരു പരിപ്പോടെയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ. ചിലർ ഈ ചായ എന്ന് പറയുന്ന സാധനം ഉച്ചയ്ക്ക് വരെ കുടിക്കും. അങ്ങനെ ഒരാളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. നല്ല തിളച്ച ചൂടുള്ള ആ സമയത്ത് വരെ ചായ മസ്റ്റാണ്. പക്ഷേ ഞാനൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് കേട്ടോ കുടിച്ചത്. എനിക്ക് ഈ പൊരി വെയിലത്തൊന്നും ചായ ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ പോയത്. നല്ല സമൂസ എന്നൊക്കെ പറഞ്ഞാൽ ചപ്പും ചവറൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി മസാലയാണ്. എന്ന് വെച്ചാൽ നല്ല വെജീസ് കൊണ്ട് നല്ല റിച്ചായിട്ടുള്ള സമൂസയാണ് കേട്ടോ അവരുടേത്. പരിപ്പോടെയൊക്കെ ക്രഞ്ചി പരിപ്പോട അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തുറവൂർ TD അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള അന്നപൂർണ്ണ ടീ സ്റ്റാളാണ് കേട്ടോ. നിങ്ങൾ ഇതിലേ പോകുകയാണെങ്കിൽ ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ കയറി ഈ കടികളും ചായ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പറായിരിക്കും. ഈ ചേച്ചിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചിരിച്ച് കാണിക്കുകയാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.